ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഈ രാത്രി 10:30 എത്ര ഒരുങ്ങിക്കെട്ട് നിൽക്കുന്ന വേറൊന്നുമല്ല. ഇന്ന് 12 മണിക്ക് എൻ്റെ ബർത്ത്ഡേ ആണ്. അതായത് ഏപ്രിൽ 19. ഇന്നിപ്പോൾ ഏപ്രിൽ 18ആണ്. അതുമാത്രമല്ല, നമ്മുടെ ഈ വീഡിയോയിലെ സ്പെഷ്യൽ കഴിഞ്ഞ വർഷം ഇതേ സമയം ഏപ്രിൽ 19, 2024 നമ്മൾ ആദ്യത്തെ വീഡിയോ ഇടുന്നത് നമ്മുടെ ചാനലിൽ. സോ ഇറ്റ്സ് ബീൻ 1 ഇയർ ഓഫ് അമ്മീസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ആ ഒരു സന്തോഷവും കൂടി ഞാൻ ഈ നിമിഷത്തിൽ അറിയിക്കുകയാണ് നിങ്ങളെ. അപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേ നമ്മൾ വാഗമണിലായിരുന്നു. അമ്മയും ജിത്തുവും ചാണകയായിട്ട് പോയ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയായിരുന്നു. ഇന്നത്തെ ബർത്ത്ഡേ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞോളൂ. എന്തായാലും സർപ്രൈസ് ഉണ്ട് ഗൈസ്. കാരണം ഞാൻ തന്നെയാണ് അവരുടെ കേക്ക് ഒളിപ്പിച്ച് വെച്ചത്, ഞാൻ കണ്ടുപിടിച്ചത്, പിന്നെ ഞാൻ തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തത്. അപ്പം സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഞാനിപ്പം ഉള്ളത് തൊടുപുഴയിലാണ്. തൊടുപുഴയിലെ PGയിലാണ് നിൽക്കുന്നത്. അപ്പം ഇവരുടെ കൂടെയാണ് ഇത്തവണത്തെ എൻ്റെ ബർത്ത്ഡേ എന്ന് ഐ ഗസ്. പക്ഷെ ഞാൻ നാളെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പം ഇന്ന് 12 മണിക്ക് നമ്മൾ ഇവിടെ ആഘോഷിക്കാൻ പോകുകയാണ്. അപ്പം ഇതാണ് എൻ്റെ ഡ്രസ്സ്. ടോപ്പ് എനിക്ക് ചിത്തുവിൻ്റെ അമ്മ മേടിച്ചതെന്നാണ്. ഇനിയും അത് ഒരു പാൻറ്റും കൂടെ ഉണ്ടാകും. അപ്പം ഞാൻ ഗിഫ്റ്റൊക്കെ ഞാൻ പിന്നെ ഒരു വ്ളോഗായിട്ട് തന്നെ ഇട്ടേക്കാം, എന്തൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത വീഡിയോ ഒക്കെ ഒന്ന് പോയി കണ്ടിട്ട് വായോ. ഗൈസ്, ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഇതാ എണീറ്റ് വന്നിരിക്കുകയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ചേട്ടൻ മേടിച്ചോണ്ട് വന്ന ബലൂണിൻ്റെ വലിപ്പം ഒന്ന് കാണിച്ച്. ഇതാണ് ഇത്. ഈ സാധനമാണ് ഇവിടെ ഒട്ടിക്കാൻ പോണത്. ഗൈസ്, 12 മണിക്ക് ബർത്ത്ഡേ ആണ്. എന്റെ ബർത്ത്ഡേ ചാസു തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുകയാണ്. വരൂ. ഫൈനലി അമ്മു ചേച്ചി വന്നിരിക്കുന്നു ഗൈസ്. ഭയങ്കര സർപ്രൈസ് ആയി പോയി എന്ന് പറയാൻ പറ്റത്തില്ല. അമ്മു വരുമെന്ന് എനിക്ക് ഇടയ്ക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സർപ്രൈസ് ആയത് ജിത്തു എറണാകുളം പോയി വിളിച്ചിട്ട് വന്നു. അതായത് എനിക്ക് സർപ്രൈസ് ആയത്. കേക്ക് വരെ ഞാൻ തന്നെ കൊണ്ടുവരേണ്ട അവസ്ഥ വന്നു. അല്ല, കേക്ക് വരെ മേടിച്ചത് ഞാൻ ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് വന്നേ. രാവിലെ തൊട്ട് ഫ്രിഡ്ജിലിരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹാപ്പി ബർത്ത്ഡേ അമ്മണി, എനിക്ക് ഇഷ്ടമുള്ള കേക്ക് അച്ഛൻ കണ്ടു വന്നേ. ഗൈസ്, ഞാൻ കണ്ടുപിടിച്ചായിരുന്നു. ഇല്ല, കേക്ക് കൊണ്ടുവന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. രാവിലെ ഞാൻ എന്തോ കാരണം വെച്ച് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടായിരുന്നു അച്ഛൻ ബ്രൗണി കൊണ്ടുവരുന്നത്. ആ ആക്രാന്തത്തിൽ ഞാൻ ഡോറ് പറിച്ച് തുറന്നപ്പോൾ കേക്ക്. അപ്പൊ അമ്മേനെ ചീത്ത പറഞ്ഞു, എന്തിനാ ആവശ്യമില്ലാത്ത സാധനമൊക്കെ തുറന്നു നോക്കുന്നേന്ന്. പക്ഷെ അത് നമുക്കറിയാലോ ഏത് കേക്ക് സർപ്രൈസ് ആയിട്ട് ഒന്നും കൂടെ തുറക്കാവേ. എന്തു മക്കളെ, ഗൈസ്, ആദ്യമായിട്ടാണ് ഞാൻ അഡ്വക്കേറ്റ് ആവുന്നതിന് മുന്നേ ഒരാൾ എനിക്ക് അഡ്വക്കേറ്റ് അമ്മണി എന്നൊക്കെ പേര് എഴുതി തന്നത്. അച്ഛൻ എനിക്ക് ആഗ്രഹം നിറവേറ്റി തന്നു. താങ്ക് യു അച്ഛാ. ആൻഡ് വെൽവെറ്റ് കേക്ക്സ് താങ്ക്സ്. വെൽവെറ്റ് കേക്ക്സിനും താങ്ക്സ്. താങ്ക് യു. സൽസമയം നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ സമയത്ത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ചുമ്മാ മനഃപൂർവ്വം വരാണ്ടിരുന്നതാണ് ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ മിസ് ചെയ്യുന്നില്ല. ആഘോഷിക്കുവേ എപ്പോഴാ കത്തിക്കാൻ പോകും. ഹായ്,
അമ്മയുടെ ഇതെന്താന്നും കൂടെ പറഞ്ഞോട്. അമ്മയുടെ തയ്ക്കണ സാധനങ്ങൾ. താങ്ക് യു അച്ഛാ, താങ്ക് യു. വെൽക്കം വെൽക്കം. അനുഗ്രഹിക്കണോ? അനുഗ്രഹിക്കുന്നു. ഇതെന്താ 7 to 8. Thank you for the day. Thank you for the gift. Jasu, thank you. പ്രത്യേക സാഹചര്യത്തിൽ കവർ പോലും മേടിക്കാൻ പറ്റി. താങ്ക് യു. അല്ല ഇനി അടുത്തതായി നമ്മൾ ഫൺ എലിമെന്റിലോട്ട് കിടക്കാൻ പോണം. അതിന് മുന്നേ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. അയ്യോ എങ്ങനെയുണ്ട് എന്റെ സർപ്രൈസ്? ഞാനാ പക്ഷെ നനഞ്ഞ കൂടുതലും. ഓക്കെ ഗൈസ്, ഫണ്ണായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് നമ്മുടെ അങ്ങനെ ഒരുവിധം നമ്മുടെ ആഘോഷമൊക്കെ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി രാത്രിയിൽ ഫുഡും കൂടെ കഴിക്കണം. ഇന്ന് അമ്മ ഇവിടെ നല്ല ചിക്കൻ പെരട്ടും പൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതും കൂടെ കഴിക്കണം. ഭയങ്കര സന്തോഷമായി. എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ച് എല്ലാവർക്കും വന്നതിനും ഗിഫ്റ്റ് തന്നതിനും കൂടെ നിന്നതിനും എല്ലാം ഭയങ്കര താങ്ക്സ്. പിന്നെ 12 മണിക്ക് കറക്റ്റ് എന്നെ വിഷ് ചെയ്ത എൻ്റെ കുറേ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് ഒരുപാട് താങ്ക് യു പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ബിയോണ്ട് അതല്ലേ ആ സാധനം അതാ. ഇപ്പോൾ ഫ്രണ്ട്സിനോട് നമ്മൾ താങ്ക് യു പറയാൻ പാടില്ലെന്നില്ല. എന്നാലും 12 മണിക്ക് മുന്നേയും 12 മണിക്കും വിളിച്ച് വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. പിന്നെ എൻ്റെ സ്റ്റോറിയും എല്ലാം ഇടുന്ന വിഷസ് അറിയിച്ച എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ രാത്രി ഇങ്ങനെ അങ്ങ് പോയി. ഇനി രാവിലെ നമുക്ക് എടുക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ തൊടുപുഴയിൽ നിന്ന് ഏറ്റുമാനൂരെത്തി നല്ലൊരു ഉറക്കം പാസ്സാക്കി. ഇനിയിപ്പോൾ എന്താ ചായ കുടിക്കാൻ വേണ്ടി ഞാനും അമ്മുവും കൂടെ ഇറങ്ങിയേക്കുവാണ്. ഇനി ചായ കുടിക്കുമ്പോൾ കാണിക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയായിരുന്നു. ഇങ്ങനെ ബജ്ജിയൊക്കെ കഴിച്ച് നമ്മൾ പർപ്പിളിൽ വന്നായിരുന്നു. അപ്പോഴാണ് സുനിതാ ഗോകുമാറിനെ കണ്ടത്. ഇപ്പൊ നമ്മൾ കട അടയ്ക്കുകയാണ്. അമ്മ എന്റെ ബർത്ത്ഡേ പറ്റി അമ്മയ്ക്ക് എന്താ 2 അഭിപ്രായം പറയാനുള്ളതെന്നൊന്ന് പറഞ്ഞേ. എന്താ അമ്മ പറയാനുള്ളത്? കണ്ട അന്ന് യൂട്യൂബ് വ്ലോഗ് ഇല്ലാതെ നന്നായി കാര്യമായി. അപ്പൊ ഗൈസ്, നമുക്ക് ഇനി എന്താ അടുത്തതെന്ന് പ്ലാൻ ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ഞാൻ വൻ ചിലവ് ചെയ്യാൻ വേണ്ടി ഇവരെ കൈഫാനിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം മന്തി വരുമ്പോൾ കാണിക്കാം. കഴിക്കാൻ നമ്മുടെ ഇവിടെ ജിത്തു ഉണ്ട്, യാസു ചേട്ടൻ, നിധി പുതിയ കയ്യിൽ യന്ത്രമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ ഉണ്ട്. അമ്മോ ഗൈസ്, ഞാൻ ഏറ്റുമാനൂർ വീട്ടിൽ വന്നപ്പോഴത്തേക്കും പപ്പ സർപ്രൈസ് ആയിട്ട് ഒരുക്കി വെച്ചേക്കാണ് ലൈറ്റൊക്കെ ഇട്ട്. ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി ഗൈസ്. കാരണം ഞങ്ങൾ കേക്കൊക്കെ പിടിച്ച് വെളിയിൽ പോയി മുറിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നതാണ്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ വെലൂടൊക്കെ വീർപ്പിച്ച് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ലൈറ്റൊക്കെ ഇട്ട്. അപ്പം എന്നെ സുമ്മാവാ കൊള്ളാം, ഇഷ്ടമായി. ഇത് സർപ്രൈസ് ആയിരുന്നു ഗൈസ്, സർപ്രൈസ് കൊള്ളാം. ഞാൻ കാണിക്കാവേ. പപ്പയുടെ കലാവിരുന്നാണ് ഗൈസ്. ആയ് ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. എന്റെ ബർത്ത്ഡേ ആണേ. ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തോ. അപ്പം ഗൈസ്, നമ്മുടെ ബർത്ത്ഡേ വ്ലോഗ് ഇത്രയൊക്കെയാണ്.
ഇങ്ങനെയൊക്കെയാണ് നടന്നത്. ഭയങ്കര സന്തോഷമായി. കാരണം എൻ്റെ അമ്മു ചേച്ചിയുള്ള കുറേ നാൾക്ക് ശേഷമുള്ള ഒരു ബർത്ത്ഡേ ആയിരുന്നു. ഭയങ്കര സന്തോഷമായി. ചേച്ചി സർപ്രൈസ് ഒക്കെ തന്നു. ചേച്ചി എന്നൊക്കെ അത് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാട്ടോ. അപ്പം എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും എനിക്ക് അറിഞ്ഞൂടാ, ഇത്തവണത്തെ ബർത്ത്ഡേ എന്നെ സ്പെഷ്യൽ ആക്കിയത് അതാണ്. കാരണം വ്ലോഗ് തുടങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് ഒത്തിരി ആൾക്കാരെ കിട്ടി, സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സിനൊക്കെ കിട്ടി. അപ്പോൾ അവരൊക്കെ എനിക്ക് അറിയാൻ മേലാത്തവർ പോലും എന്നെ എഫേർട്ട് എടുത്ത് എന്നെ വിഷ് ചെയ്തു. അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അവരൊക്കെ സ്റ്റോറി ഇട്ടു. അവർ എനിക്ക് വേണ്ടിയിട്ട് ആ ഒരു ടൈം എടുത്ത് സ്പെൻഡ് ചെയ്തതിനൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഐ എം സോ ബ്ലെസ്ഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ. പിന്നെ ഇന്ന് നമുക്കറിയാലോ ഏപ്രിൽ 19 നമ്മുടെ അമ്മണീസ് വ്ലോഗ് തുടങ്ങിയിട്ട് 1 year ആയി. അതിനും ഭയങ്കര സന്തോഷമാണ്. കാരണം കഴിഞ്ഞ വർഷം ഞാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഫസ്റ്റ് വ്ലോഗ് ഇടാൻ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചു. എന്നിട്ട് ഞാൻ ഒരു വിധത്തിൽ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് ടെൻഷൻ മാറ്റിയിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. അപ്പം എല്ലാത്തിനും കൂടെ ഞാൻ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാണ്. ഇങ്ങനെയൊക്കെ വലിയ വാക്കുകളൊക്കെ പറയുമ്പോൾ ഞാൻ എല്ലാണ്ടായി മാറുന്നല്ലേ എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ അമ്മു ചേച്ചി എല്ലാം കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതെ, ഇന്ന് നമ്മുടെ ഏപ്രിൽ 19 എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ദിവസമാണ്. ഞാൻ ജനിച്ചതായതുകൊണ്ട് ആയിരിക്കാം. അപ്പം ഇന്നത്തെ നമ്മുടെ ബർത്ത്ഡേ എൻ്റെ 23 വയസ്സ് തികഞ്ഞിരിക്കുന്നു ഗൈസ്. ഇനി അടുത്തത് ഈ നാളെ തൊട്ട് ഞാൻ 24 റണ്ണിങ് ആണ്. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ ഒരു കുട്ടി വ്ലോഗ്, ബർത്ത്ഡേ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം എന്നെ സ്നേഹിക്കുന്നവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒരുപാട് താങ്ക് യു. ഓക്കെ, ശരി, ബൈ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ till then, bye from Amani's vlog.